ഇറ്റലിയിലെ ലഞ്ചാനോ എന്ന സ്ഥലത്ത് നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതം സൂക്ഷിക്കപ്പെട്ട ദേവാലയത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ അത്ഭുതം നടക്കുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. വിശുദ്ധ ബേസിലിൻ്റെ നിയമങ്ങൾ പിൻചെന്നിരുന്ന ഗ്രീക്ക് കാത്തലിക് സന്യാസിയിലൂടെ ഉണ്ടായ അത്ഭുതമാണിത്. ഈ സന്യാസി ചില സംശയങ്ങളോടുകൂടെ കുർബാന ചൊല്ലുന്ന സമയത്ത് ഉണ്ടായ ഒരു അത്ഭുതമാണ്. ഉദാശവചനങ്ങൾ ഉച്ചരിച്ച് കഴിഞ്ഞ ഉടനെ വീഞ്ഞ് രക്തമായും അപ്പം മാംസമായും രൂപാന്തരപ്പെടുകയാണ്. കാസയിലുണ്ടായിരുന്ന വീഞ്ഞ് മുഴുവൻ വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള 5 ഗോളങ്ങളായി മാറുകയാണ്. മാംസം ഓസ്തിയുടെ വലുപ്പത്തിലുള്ള ഒരു മാംസമായി. അപ്പോൾ 8-ാം നൂറ്റാണ്ട് മുതൽ 1258 വരെ ഒരു ചെറിയ കപ്പേളയിൽ അത് സൂക്ഷിച്ചിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഗ്രീക്ക് കാത്തലിക് സന്യാസിന് ശേഷം ബെനഡിക്റ്റൈൻസ് വരുന്നുണ്ട്, ഫ്രാൻസിസ്കൻസ് വരുന്നുണ്ട്, കുറച്ച് കാലഘട്ടങ്ങളിൽ പാഷനിസ്റ്റ് വൈദികർ വരുന്നുണ്ട്. പിന്നീട് 1951 കാലഘട്ടങ്ങളിലാണ് വീണ്ടും ഫ്രാൻസിസ്കൻസ് ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. ചില കാലഘട്ടങ്ങളിൽ ഉണ്ടായ ചില മാറ്റങ്ങളും പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ളത്. ഇനി ചെറിയ കപ്പേളയിൽ സൂക്ഷിച്ച ഈ അത്ഭുതം, അവിടെ ഒരു പള്ളി പണിയുന്നത് ഫ്രാൻസിസ്കൻസ് ആണ്. 1200 കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ ഒരു പള്ളി പണിയുകയും അവിടെ അവ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇനി 1574 മുതലാണ് ഇതിനെ അംഗീകരിക്കുവാൻ തുടങ്ങിയതും ഔദ്യോഗികമായ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത് ഈ കാലഘട്ടങ്ങളിലാണ്. അങ്ങനെ 1970-71 ആയപ്പോഴേക്കും അതിൻ്റെ പകുതിയോളം പഠനങ്ങൾ പൂർത്തീകരിക്കുകയും 1981 പൂർണ്ണമായി അതിൻ്റെ പഠനം പൂർത്തീകരിച്ച് വിശദമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെ അറിയിച്ചതിന് പ്രകാരം മാംസവും രക്തവും യഥാർത്ഥ മാംസവും യഥാർത്ഥ രക്തവുമാണെന്ന് അവർ തെളിയിച്ചു. മനുഷ്യൻ്റെ രക്തത്തിൻ്റെ എല്ലാ സവിശേഷതയും ഉണ്ടെന്ന് തെളിയിച്ചു. ഹൃദയ പേശികളിലെ കോശങ്ങളാണ് അതിലുള്ളത് എന്ന് തെളിയിച്ചു. ഹൃദയ രക്തത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഉള്ളതായിരുന്നു. മാംസത്തിലും രക്തത്തിലും ഉണ്ടായ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ബ്ലഡ് ഗ്രൂപ്പാണ്. AB ബ്ലഡ് ഗ്രൂപ്പായിരുന്നു. അത് ടൂറിനുള്ള തിരുക്കച്ചയിൽ കണ്ടെത്തിയ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ ഈ ബ്ലഡ് ഗ്രൂപ്പിലുണ്ടായിരുന്ന നോർമലായിട്ടുള്ള എല്ലാ പ്രൊപ്പോർഷൻസും, പ്രോട്ടീൻസും, അതോടൊപ്പം തന്നെ ക്ലോറൈഡ്സും, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എല്ലാം അതിൽ കണ്ടെത്തുന്നുണ്ട്. അതിനേക്കാളപ്പുറത്ത് 1200ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടുന്നത്. എങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും ആ 1200 വർഷങ്ങൾക്ക് ശേഷവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നതും വലിയൊരു അത്ഭുതമായിട്ട് കാണാം. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള 2 കാര്യങ്ങൾ കൂടി ഇവിടെ ചേർക്കുകയാണ്.